ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ്. ജർമ്മൻ ബ്രെയിൻ ട്യൂമർ അസോസിയേഷനാണ് ജൂൺ 8 ബ്രെയിൻ ട്യൂമർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും ബ്രെയിൻ ട്യൂമറിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും നൂതന ചികിത്സാ രീതികളെയും പറ്റിയാണ്. ഇന്ന് ഹലോ ഡോക്ടറിൽ നമ്മോടൊപ്പം ചാല ജിം കെയർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ രമേശ് രാജ തത്സമയം ചേരുകയാണ്. നമ്മളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, സ്വാഗതം. സ്വാഗതം ഡോക്ടർ, നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ചലനശേഷി, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. ഡോക്ടർ, അപ്പോൾ എന്താണ് ബ്രെയിൻ ട്യൂമർ? എങ്ങനെയാണ് തലച്ചോറിൽ മുഴകൾ ഉണ്ടാകുന്നത്? ബ്രെയിൻ ട്യൂമർ നോർമലായിട്ട് என்ன പറയുന്നത് ഒരു ചെറിയ ഗ്രോത്ത് ആകും. സോ ബ്രെയിൻ ട്യൂമർ ശരീരത്തിലെ വേറെ എവിടെയും ഗ്രോത്ത് ആകുന്നത് പോലെ ബ്രെയിനിൽ കൂടെ ആകുന്നത് தான் ബ്രെയിൻ ട്യൂമർ പറയുന്നത്. അത് ഏത് ഏജിൽ വരുന്നാലും സ്റ്റാർട്ട് ആകുന്നതിന് സാധ്യമുണ്ട്. സോ അത് ബ്രെയിൻ ട്യൂമർ வந்து സിംറ്റംസ് തനിയായിട്ട് വരത്തില്ല. യൂഷ്വലായിട്ട് എപ്പോ അത് ഹെഡേക്ക് ആയിട്ട് വരാൻ സാധ്യമുണ്ട്, വോമിറ്റിംഗ് വരാനായിട്ട് സാധ്യമുണ്ട്, ചിലപ്പോ ഫിറ്റ്സ് വന്നെങ്കിലും ബ്രെയിൻ ട്യൂമർ വരதுக்கு സാധ്യമുണ്ട്. பட் யூஸ்வலாയിട്ട് இந்த சிம்டம்ஸ் எல்லாம் வந்தா எல்லாருக்கும் பிரெயின் டியூமர் இருக்குன்னு சம்சயம் இல்லை. பட் இதை எப்படி டிஃபரன்ஸ் பண்றது, how to differentiate all the symptoms, whether you have brain tumor or whether it is normal symptoms, that is the theme for describing today. That is the challenge, to find out whether someone has a brain tumor or no, whether to consult a doctor immediately or no. ഡോക്ടർ, എന്തുകൊണ്ടാണ് തലച്ചോറിൽ ഇത്തരത്തിൽ മുഴകൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ? കാരണങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത്, ഒന്ന് ചെറിയ വയസ്സിൽ വരുമ്പോൾ എല്ലാം യൂഷ്വലായിട്ട് ഇത് ഹെറിഡിറ്ററി ആണ്, ஏன்னா ஃபேமிலியில வர்றது மாதிரி இருக்கும். அதர்வைஸ் ஜஸ்ட் லைக் மற்ற சரீரத்துல எப்படி டியூமர் வருதோ அதே போலதான் வருது. பட் ஒன்னும் காரணம் ஸ்பெசிஃபைட் ஆயிட்டு இல்லை, ഈ കാരണനാലதான் ബ്രെയിൻ ട്യൂമർ വരും அப்படி ஒன்னும் പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ, സാമൂഹ്യമായ വന്ന മാറ്റങ്ങൾ, ഫോൺ ഉപയോഗിക്കുന്നത് അധികമാകുന്നത്, അത്തരത്തിലുള്ള കാരണങ്ങൾ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇത് ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട്. സെൽഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ ബ്രെയിൻ ട്യൂമർ വരും, ഇല്ല ഇത് കൂടുതലായിട്ട് റേഡിയേഷൻ പക്കം ഇരുന്നതാ ബ്രെയിൻ ട്യൂമർ വരും. അതുപോലെ ഒന്നും ഇതുവരെ പ്രൂവ് ആയിട്ടില്ല using of cell phone is causing brain tumors. അതുപോലെ ഇന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. സോ അത് ഇതിനാലதான் സെൽ ഫോൺ യൂസ് ചെയ്തിട്ട് ബ്രെയിൻ ട്യൂമർ വന്നത്. it cannot be proved. It is still not being proved. So people need not worry. People can continue using cell phones. Only major risk factor is radiations. High radiations can cause brain tumors, certain brain tumors. So people working in radioactive areas, in high radiations, they have a small chance of getting brain tumor. Otherwise, brain tumor as such doesn't cause in normal people with normal lifestyle or anything. സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ് മൊബൈൽ ഫോൺ അധികമായി യൂസ് ചെയ്താൽ ബ്രെയിൻ ട്യൂമർ വരുമെന്നുള്ളത്. ഡോക്ടർ, അതുപോലെ മറ്റ് ക്യാൻസറുകൾ പോലെ പ്രകടമായ എന്തെങ്കിലും സിംറ്റംസ് ബ്രെയിൻ ട്യൂമറിന് ഉണ്ടോ? യൂഷ്വലായിട്ട് ബ്രെയിൻ ട്യൂമർസ് വന്ന് മെയിൻ മോസ്റ്റ് കോമൺ സിംറ്റം തലവേദന. സെക്കൻഡ്, அந்த ബ്രെയിൻ ട്യൂമർ ഗ്രോത്ത് ആകാതെ ബ്രെയിനിലെ കുറെ ഭാഗമുണ്ട്. ഒരു ഭാഗം ഒരു ഫങ്ഷൻ ചെയ്യും നമ്മുടെ ശരീരത്തില്. സോ അവിടെ ഗ്രോത്ത് ആണെങ്കിൽ ആ ബ്രെയിനിന്റെ ഭാഗം എന്നെ ജോലി ചെയ്തോ അതിന്റെ ഫങ്ഷൻസ് കുറവാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഹാൻഡ്
ലെഗ് മൂവ്മെന്റിന്റെ സ്ഥലത്തില് ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ കൈന്റെ ബലക്കറോ ഇല്ല കാലിന്റെ ബലക്കറോ വരക്ക് സാധ്യമുണ്ട്. ഇല്ല മെമ്മറി ലാംഗ്വേജ് ഏരിയയില് ട്യൂമർ ഗ്രോത്ത് ആണെങ്കിൽ ലാംഗ്വേജ് ഫങ്ഷൻസ് അഫക്റ്റ് ആകും, മെമ്മറി അഫക്റ്റ് ആകും, ഓർമ്മക്കുറവ് ഉണ്ടാകും. ഇതുപോലെ വരക്ക് സാധ്യമുണ്ട്. ചിലപ്പോ സിംറ്റംസ് ഇല്ലാത്ത വേറെ ഏതോ കാരണത്തിക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ഏതോ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന്. സോ ബ്രെയിനിലെ ചില ഭാഗം മോസ്റ്റ് ഓഫ് ദ 60% ഓഫ് ദ ബ്രെയിൻ മേജർ ഫങ്ഷൻസ് ചെയ്യണില്ല. ഓൺലി 20 to 30% ഓഫ് ദ ബ്രെയിൻ മേജർ ഫങ്ഷൻസ് ചെയ്യും. ഈ സ്ഥലത്തിൽ മാത്രം ഗ്രോത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചില സിംറ്റംസ് വരും. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെങ്കിൽ നമ്മൾക്കറിയാം ഇവിടെ ഗ്രോത്ത് ഉണ്ടെന്ന്. അതർവൈസ് യൂഷ്വലി ഹെഡേക്ക് ആയിട്ട് தான் വരും, ഇല്ല ചിലപ്പോ വോമിറ്റിംഗ് ആയിട്ട് വരും, ചിലപ്പോ ഫിറ്റ്സ് വരും. So these are the most common symptoms in a patient with a brain tumor. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് തളിപ്പുറം എന്നാണ്, പേര് വിനോദ്. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സാർ തളിപ്പുറം എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ ബ്രെയിൻ ട്യൂമർ വരാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? അതിനെപ്പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു പാരമ്പര്യമായ ഒരു അസുഖമാണോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള രോഗം വരാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ ബ്രെയിൻ ട്യൂമർക്ക് വരാനായിട്ട് പ്രത്യേകമായിട്ട് ഒന്നും കാരണമൊന്നും ഇല്ല. ഇറ്റ് ക്യാൻ അക്കർ ഇൻ എനിബഡി. ഓക്കെ, ചിലപ്പോ വെരി റെയർ, ലെസ് ദാൻ 1% ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട്. അത് ഫാമിലിയിലെ ഇരിക്കും. അത് ഫോർ എക്സാമ്പിൾ ന്യൂറോ ഫൈബ്രോമാറ്റോസിസ്னு ஒரு இருக்கு. அது ஃபேமிலிஸ்ல மாத்திரம் வரும். സോ ഒരു ഫാമിലി മെമ്പർക്ക് ഉണ്ടെങ്കിൽ അത് ഷുവർ ആയിട്ട് അത് നെക്സ്റ്റ് ഫാമിലി മെമ്പർക്ക് വരാനായിട്ട് ചാൻസസ് വളരെ ഹൈ ആയിട്ട് ഇരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ബ്രെയിൻ ട്യൂമേഴ്സ് ഫാമിലിയില് വരത്തില്ല. പിന്നെ എന്ന കാരണത്തിനാല വരുത് അതും പറയാൻ പറ്റത്തില്ല. വിനോദ്, മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? സാർ, ഈ നമ്മുടെ ഈ ബ്രെയിൻ ട്യൂമറിലുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. സർ, സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. സിംറ്റംസ് അതാ, ഇൻ എനി നോർമൽ പേഴ്സൺ സഡൻലി ഹെഡേക്ക് വരുന്നത്, സഡൻ ഓൺസെറ്റ് ഹെഡേക്ക്. സോ ഇത്ര ദിവസമായിട്ട് തലവേദന ഒന്നില്ല, ഇപ്പോ പെട്ടെന്ന് തലവേദന വരുന്നത്. തലവേദന സ്പെസിഫിക് ആയിട്ട് ബ്രെയിൻ ട്യൂമേഴ്സില് നൈറ്റ് ഉറങ്ങിയിട്ട് രാവിലെ എந்திരിക്കുമ്പോ തലവേദന വരുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഹെഡേക്ക് ബ്രെയിൻ ട്യൂമേഴ്സില്. പിന്നെ ചിലപ്പോൾ അത് വോമിറ്റിങ്സ്. സോ വോമിറ്റിങ്സ് അൺറിലേറ്റഡ് ടു ഫുഡ്. ചിലപ്പോ ഭക്ഷണം എടുക്കാതെ പെട്ടെന്ന് വോമിറ്റ് വരുന്നത്, തലവേദന വന്നിട്ട് വോമിറ്റ് വരുന്നത്, ആൻഡ് വോമിറ്റിംഗ് ശേഷം തലവേദന മാറുന്നത്. ഇത് മൂന്ന് is highly characteristic of brain tumor or any other growth happening in the brain. തളിപ്പറമ്പിൽ നിന്ന് വിനോദാണ് ഇപ്പോൾ ഡോക്ടറോട് സംശയം ചോദിക്കാനായി വിളിച്ചത്. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ച സിംറ്റംസിനെ പറ്റിയാണ്. ലക്ഷണങ്ങൾ ഇല്ലാതെയും ബ്രെയിൻ ട്യൂമർ വരാം എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ലക്ഷണങ്ങൾ ഇല്ലാതെ ഇത്തരത്തിൽ ബ്രെയിൻ ട്യൂമർ ഒരാൾക്ക് വരാൻ കാരണം? സിംറ്റംസ് കാണിക്കാതെ ബ്രെയിൻ ട്യൂമർ എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഞാൻ പറഞ്ഞതുപോലെ ബ്രെയിനിലെ ചില ഭാഗം ഇருக்கு, അതിന്റെ അത്ര മൈന്യൂട്ട് ഫങ്ഷൻസ് ഇருக்கு. സോ ആ സ്ഥലത്തിലെല്ലാം ട്യൂമർ വന്നെങ്കിൽ ഗ്രോത്ത് വന്നെങ്കിൽ ഒരു certain സൈസ് വരെ ഒന്നും സിംറ്റംസ് കാണത്തില്ല. സോ ആ സൈസ് കൂടിയത് പിന്നെ സിംറ്റംസ് ഓഫ് டியூமர் வரும். அதான் ஹெட்ஏக். ஸோ இது நம்ம என்ன பண்றது, இது இப்போ ஒரு நம்ம ஹெட் வந்து ஒரு ரிஜிட் ஸ்கல். ஸோ ஒரு ஸ்பேஸ் കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലെ ബ്രെയിൻ, പിന്നെ ബ്ലഡ്, പിന്നെ ഒരു ബ്രെയിനിന്റെ ഫ്ലൂയിഡ്, ഇതൊക്കെ മാത്രം സ്ഥലമുണ്ട്. സോ இந்த സ്ഥലം ഇന്ന സ്പേസ് എക്സ്ട്രാ ഗ്രോത്ത് ആണെങ്കിൽ
അപ് ടു സർട്ടൻ എക്സ്റ്റെന്റ് ബ്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പിന്നെ അതിന്റെ കൂടിയിട്ട് പോണതിനാ പിന്നെ ബ്രെയിൻ കംപ്രസ് ചെയ്യും. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ. കുഞ്ഞപ്പ. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഈ ഡോക്ടർ ഈ തലവേദന വരുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ, ഹെഡേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് കുഞ്ഞപ്പ ചോദിക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് വരില്ല, എപ്പോഴെങ്കിലും വരില്ല. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നു, അത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓക്കെ, இப்போ பிரெயின் சரௌண்டிங்ல நரம்பு இருக்கு, சென்சேஷன். இப்போ கையில தொட்ட ஸ்பர்ஷம் அறியும், அதே நீடில் வச்சு குத்துனா வேதனை வரும். அதே போல பிரெயின் சரௌண்டிங்ல குறை நரம்புகள் இருக்கு. சோ growth ஆகும்போ நரம்பு டச் செய்யும். நரம்பு தான் நமக்கு வேதனை ஆயிட்டு தோணுது. அதுதான் ஹெட்டேக் ஆயிட்டு நமக்கு காணுது. சோ சில காரணம் இருக்கு. இப்ப தலைவேதனை பிரெயின் டியூமர்னாலேயோ இல்ல வேற இதனாலேயோ நமக்கு ஸ்பெசிபிக் ஆயிட்டு பயன்படுத்தல. பட் ഈ വേദന വരുന്നത് இந்த டியூமர் growth வந்து பிரெயின்ல சரௌண்டிங்ல இருக்கிற நரம்பு டச் பண்ணும். ആ സ്പർശം தான் நமக்கு தலைவேதனையாയിട്ട് കാണുന്നത്. ഓക്കെ ഡോക്ടർ, തലച്ചോറിൽ കാണപ്പെടുന്ന, ബ്രെയിനിൽ കാണുന്ന എല്ലാ തരം ട്യൂമറുകളും നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്രോത്ത് ഇല്ലാതെയും ബ്രെയിനിൽ മുഴകൾ ഉണ്ടാകാറുണ്ടല്ലോ. ഓക്കെ, ബ്രെയിനിന്റെ ഗ്രോത്ത് ആകുന്നത് എല്ലാമേ കുറച്ച് സീരിയസ് தான். ബട്ട് ബ്രെയിനിലെ ഗ്രോത്ത് ആകുന്നത് ചില ഇത് ക്യാൻസറിന് പറയും, ചില ഇത് ബിനൈൻ എന്ന് പറയും. സോ അതിൽ ഗ്രേഡിംഗ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഗ്രേഡ് 1, ഗ്രേഡ് 2 അത്ര പേടിക്കാനായിട്ട് ഒന്നുമില്ല. അതൊക്കെ പെട്ടെന്ന് അത് ക്യൂർ ചെയ്താൽ പിന്നെ വരാനായിട്ട് സാധ്യമില്ല. ബട്ട് ഗ്രേഡ് 3, ഗ്രേഡ് 4 വന്ന് സീരിയസ് ടൈപ്പ്, അത് ക്യാൻസറിന് പറയും. സോ അതുപോലെ വന്നെങ്കിൽ പിന്നെ ചാൻസസ് ഓഫ് റിക്കവറി വളരെ കുറവാണ്. സോ നമ്മ ഇതെല്ലാം ചിലർക്ക് മെയിൻ ആയിട്ട് ഗ്രേഡ് 3, ഗ്രേഡ് 4 ട്യൂമർ പെട്ടെന്ന് ശ്രദ്ധിക്കണോ, അതൊക്കെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണോ. അതാണ് இந்த ബ്രെയിൻ ട്യൂമറുടെ ഉദ്ദേശ്യം. ഡോക്ടർ, അതുപോലെ എല്ലാ തരം തലവേദനകളും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്ങനെയാണ് ഡോക്ടർ? ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, എന്റെ പേര് സന്തോഷ് എന്നാണ്. എന്റെ പേര് സന്തോഷ് എന്നാണ്. ഹലോ 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 ഹലോ, എന്റെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് എന്നാണ്. എനിക്ക് ഡോക്ടറോട് ഡൗട്ട് ചോദിക്കാനുള്ളത്, ഈ മൈഗ്രെയിനും അതുപോലെ ഈ ബ്രെയിൻ ട്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഡോക്ടർ? മൈഗ്രെയിനും ബ്രെയിൻ ട്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മൈഗ്രെയിൻ വന്ന് ഒരു പോലെ ഹെഡേക്ക്. സോ അത് ബ്രെയിൻ ട്യൂമറിന്റെ കാരണമില്ല. സോ മൈഗ്രെയിൻ വരുന്നത് ഒരു ചെറിയ ഇത് ഒരു ഏജ് ഗ്രൂപ്പില് മാത്രം വരും, 15 years to 50 years. പിന്നെ ഇത് മൈഗ്രെയിന്റെ സ്പെസിഫിക് ഇത് വേദന ഇരിക്കും. വേറെസ് ബ്രെയിൻ ട്യൂമറിന്റെ കാരണം അത് പെട്ടെന്ന് വരും തലവേദന. സോ ഫസ്റ്റ് യൂസ്വലായിട്ട് നമ്മ ഹിസ്റ്ററിയില് നോക്കും ഏതുപോലെ തലവേദന ഇருக்கு. പിന്നെ മൈഗ്രെയിനില് ഇല്ല ബ്രെയിൻ ട്യൂമർ ഉണ്ടോ, ഇത് ചെയ്യാനായിട്ട് ഓർഡിനറി ഇത് CT സ്കാൻ ചെയ്താൽ നമ്മൾക്കറിയും. CT സ്കാനില് ഒന്നോ ഗ്രോത്ത് പോലെ ഒന്നില്ലെങ്കിൽ പിന്നെ വേറെ ഇത് മൈഗ്രെയിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് മൈഗ്രെയിൻ ഇല്ല ഇത് ബ്രെയിൻ ട്യൂമറിന്. സന്തോഷ്, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതുപോലെ ഡോക്ടർ, ഈ മൈഗ്രെയിൻ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വ്യാപകമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിന് പ്രോപ്പർ ആയിട്ട് നമ്മളിപ്പോ പല സ്ഥലത്തും പല ട്രീറ്റ്മെന്റ്സ് ഇതിന് കൊടുക്കുന്നുണ്ട്.
പക്ഷെ അതിനെല്ലാം ഒരു സ്ഥിരമായിട്ടൊരു പരിഹാരം ഇതിനുണ്ടാകുന്നില്ല. അപ്പൊ ഇതിന് പ്രോപ്പറായിട്ട് എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? நீங்க மைக்ரேன் நோக்கினா மைக்ரேன் குறை வெரைட்டிஸ் உண்டு, எல்லாம் ஒரே போல இல்லை. ஸோ அது சிம்பிள் மைக்ரேன், காம்ப்ளெக்ஸ் மைக்ரேன், അതുപോലെ വേരിയസ് ഗ്രേഡ്സ് ഉണ്ട്. ஸோ the மைக்ரேன்ட வேரியஸ் கிரேட்ஸ்க்கு வேற வேற ட்ரீட்மெண்ட் இருக்கு. ஸோ the மைக்ரேன் ஒரு ஆൾക്കാർക്ക് ஒரு மைக்ரேன் வந்து இன்னொரு ஆൾക്കാർക്ക് அதே போல மைக்ரேன் இருக்காது. ஸோ அதனால ட்ரீட்மெண்ட்டும் வேரி ஆகும். சில பேருக்கு ரெஸ்பான்ஸ் நல்லா இருக்கும் சிம்பிள் மைக்ரேன் இருந்ததுன்னா, வேற காம்ப்ளெக்ஸ் மைக்ரேனுக்கு ட்ரீட்மெண்ட் ரொம்ப டிஃபிகல்ட். ஸோ அது ஜஸ்ட் ட்ரீட்மெண்ட் ஒன்லி டேப்லெட்ஸ்ல இல்லை, பிஹேவியரும் சேஞ்ச் பண்ணணும், இந்த டயட் சேஞ்ச் பண்ணணும், பின்ன ஸ்லீப் சேஞ்ச் பண்ணணும். ஸோ இதெல்லாம் ரெகுலர் ஆகிட்டு இருக்கணும். ஸோ லைஃப் ஸ்டைலும் மாடிஃபை பண்ணணும் மைக்ரேன் ட்ரீட்மெண்ட்க்கு, ஒன்லி பை மெடிக்கல் மேனேஜ்மெண்ட் மாத்திரம் இல்லை. ஸோ இந்த மைக்ரேன் வந்து வேரியஸ் ஃபார்ம்ஸ்ல இருக்கும், எல்லாருக்கும் ஒரே போல இருக்காது. ஸோ அதனாலதான் ட்ரீட்மெண்ட் ஆஃப் மைக்ரேன் சில பேருக்கு பெட்டுனஸ் தீரும், சில பேருக்கு கண்ட்ரோல்ல இருக்கும், சில பேருக்கு മാക്സിമം ട്രൈ ചെയ്താലും ഇന്ന കൺട്രോളിൽ വരാതെ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നിയാസ്. ഹലോ ഹലോ, ഡോക്ടറോട് സംശയിക്കലുണ്ട്. പിന്നെ അതായത് പറഞ്ഞില്ലേ, തലവേദന പറഞ്ഞില്ലേ, ചോദിച്ചോളൂ. വന്നു കഴിഞ്ഞാൽ ചോദിച്ചോളൂ. ശരി, ഓക്കെ, സോറി. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാല് കുറച്ച്, അതായത് ഒരു വർഷം കഴിയുന്ന സമയം ബ്ലഡിൽ എന്തെങ്കിലും അതല്ല എങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ക്യാൻസർ പരമായ സംബന്ധം ഉണ്ട് എങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട് എങ്കിൽ അത് അറിയാൻ വേണ്ടിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? ഡോക്ടർ, മൈഗ്രെയിൻ വന്ന് ഒരു വർഷത്തിന് ശേഷം ശരീരത്തിലോ ബ്ലഡിലോ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുമോ എന്നാണ് നിയാസ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒന്നല്ല. അത് മൈഗ്രെയിൻ ഓൺലി ഇത് ഹെഡേക്ക് എപ്പടി വരുதுன்னா அது மாத்திரம் based on the headache only you can say whether it is migraine. ഒന്നും ബ്ലഡ് ടെസ്റ്റിലെയോ ഇല്ല വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തോ നമ്മൾക്ക് അത് ഒന്നും അറിയാൻ പറ്റത്തില്ല ഇത് മൈഗ്രെയിൻ എന്ന്. അല്ല, ഞാൻ മൈഗ്രെയിനായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. കാരണം മൈഗ്രെയിനായിട്ട് ഒരു വർഷം മുമ്പേ ഞാൻ കാണിച്ചായിരുന്നു. പെട്ടെന്ന് ഒരു വർഷമല്ല, ഇപ്പം ഏകദേശം 2 കൊല്ലമായി. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണുന്നത്. ബ്ലഡിന് ചെറിയ പ്രോബ്ലം. ഡോക്ടർ, മൈഗ്രെയിൻ വന്ന് നിയാസ് ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ നിയാസിന്റെ ബ്ലഡിൽ ചെറിയൊരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നിയാസിന്റെ ബ്ലഡിൽ ചെറിയൊരു പ്രോബ്ലം ഉള്ളതായിട്ട് സ്കാനിങ്ങിലൂടെയാണോ മനസ്സിലായത്? സ്കാനിങ് എല്ലാം എടുത്തായിരുന്നു, CT മറ്റേ പെറ്റ് സ്കാനർ എല്ലാം എടുത്തായിരുന്നു. CT സ്കാൻ ചെയ്തപ്പോൾ നിയാസിന്റെ ബ്ലഡിൽ ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് നിയാസ് ചോദിക്കുന്നത്. മൈഗ്രെയിനുമായിട്ട് ഈ ബ്ലഡിൽ ഉണ്ടായ പ്രശ്നത്തിന് ബന്ധമുണ്ടോ എന്നാണ്. മൈഗ്രെയിനിന്റെ ഒന്നും അത് ബ്ലഡിലെ ഒന്നും പ്രശ്നം ഒന്നും ചേരത്തില്ല. സോ മൈഗ്രെയിൻ ടോട്ടലി ഡിഫറെന്റ്. പിന്നെ എനിക്ക് CT സ്കാൻ ചെയ്താലും അത് CT സ്കാൻ ഒന്നും കാണാൻ പറ്റത്തില്ല. മൈഗ്രെയിൻ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഒന്നും CT സ്കാനിൽ ഒന്നുമില്ല. മൈഗ്രെയിൻ ടോട്ടലായിട്ട് സെപ്പറേറ്റ്, ബ്രെയിൻ ട്യൂമർ ഒന്ന് ടോട്ടലായിട്ട് സെപ്പറേറ്റ്. ബട്ട് തലവേദന രണ്ടും സെയിം ആയിട്ട് ഇരിക്കലാം. ബട്ട് മൈഗ്രെയിൻ because of migraine do not have any blood related changes. സോറി ഡോക്ടർ, സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചോദിക്കുന്നത് മൈഗ്രെയിനും വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബ്ലഡിൽ പ്രോബ്ലം വരുന്നത്.
PET സ്കാൻ അടക്കം എടുത്ത് ജസ്റ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പ്രോബ്ലം വന്നായിരുന്നു. അതുകൊണ്ട് അന്വേഷിക്കണം. നിയാസ്, ഡോക്ടർ പറഞ്ഞത് ബന്ധമുണ്ടോ? മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട് ബ്ലഡിൽ അത്തരത്തിലൊന്നും കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ആണോ? അല്ല, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ അത്രമാത്രം നമുക്ക് അറിയണ്ടോ? മൈഗ്രെയിനും ബ്രെയിൻ ട്യൂമറും രണ്ടും ഡിഫറെന്റ് ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, ശരി, താങ്ക്സ്. ഓക്കെ ഡോക്ടർ, അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ തലവേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക ഹെഡേക്സ് ഇത് ബ്രെയിൻ ട്യൂമറിൻ്റെ സിംറ്റംസ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തലവേദനകളാണോ എന്ന് നാം എങ്ങനെയാണ് തിരിച്ചറിയുക? ഓക്കെ, ഇപ്പോ ബ്രെയിൻ ട്യൂമേഴ്സ് യൂഷ്വലായിട്ട് അറൌണ്ട് 25 to 45 ഏജ് ഗ്രൂപ്പിലെ വരും കോമൺ ആയിട്ട്. ഇതാ മോസ്റ്റ് കോമൺ. സോ இந்த ഏജ് ഗ്രൂപ്പിലെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് തലവേദന വர்றது, സ്ഥിരമായിട്ട് തലവേദന വர்றது, അൺറിലേറ്റഡ് ടു സ്ലീപ്പ്. സോ ഇത് മാതിരി ഹെഡേക്ക്, പിന്നെ ഡെയിലി ഹെഡേക്ക് കൂടുന്നത്, ഇത് മാതിരി ഹെഡേക്ക് ശ്രദ്ധിക്കണം. പിന്നെ സെക്കൻഡ്, ഈ ചിൽഡ്രനിലെ പെട്ടെന്ന് തലവേദന വர்றது, തലവേദന വന്നിട്ട് ഛർദിക്കുന്നത്. സോ ഇതുപോലെ இந்த ഏജ് ഗ്രൂപ്പിൽ അപ് ടു 10 ഇയേഴ്സ്, പിന്നെ 20 to 40 ഇയേഴ്സ് ആൻഡ് അബോവ് 60 ഇയേഴ്സ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് പ്രദീപാണ്, മാഹിയിൽ സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാനൊരു സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. പിന്നെ ഇത് വന്നിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു, 1 വർഷം 4 മാസമായി. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയില്ല. ഫസ്റ്റ് തരിശീല ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. പ്രദീപൻ ഒന്നുകൂടി പറഞ്ഞോളൂ, ഡോക്ടർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഞാനൊരു സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. ഇപ്പൊ 1 വർഷവും 4 മാസവുമായി. ഫസ്റ്റ് ഇത് കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കുഴഞ്ഞു വീണതാണ്. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോടേക്ക് കൊണ്ടുപോയതാണ്. അതിനുശേഷമാണ് സംസാരമൊക്കെ തിരിച്ചു കിട്ടിയത്. ഇപ്പൊ ചെറുങ്ങനെ നടക്കാൻ പറ്റും, പക്ഷെ അല്ലാതെ കൈയുടെ വർക്കിംഗ് ഒന്നും ശരിയാകുന്നില്ല. കൈയിനെ കൊണ്ടൊന്നും എടുക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ. ഇനി എന്താണ് ട്രീറ്റ്മെന്റ്, ഇതില് ഫോളോ അപ്പ് ചെയ്യേണ്ട എന്താണ്? ഇത് സ്ട്രോക്കിന്റെ உங்களுக்கு ப்ராப்ளம் ஆயிட்டு இருக்கு. சோ ஸ்ட்ரோக் வந்து அது டோட்டலி தி டிஃபரண்ட். ஸ்ட்ரோக் வந்து ഡോക്ടർ വേറെ സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു ടെസ്റ്റ് നടത്തിയില്ല, കാർഡിയോന്റെ. അതില് പറഞ്ഞത് ഡയബറ്റിക് പാരലൈസ് എന്നാ പറഞ്ഞത്. என்ன മനസ്സിലായില്ല? റിപ്പോർട്ടിൽ എഴുതിയത് ഡയബറ്റിക് പാരലൈസ് എന്നാ എഴുതിയത്. പ്രഷറും മറ്റു കാര്യങ്ങളും നോർമൽ ആയിരുന്നു. 1 വർഷത്തിന് ശേഷം അദ്ദേഹം സ്കാൻ ചെയ്തപ്പോ ആ റിപ്പോർട്ടിലുള്ളത് ഡയബറ്റിക് പാരലൈസ് എന്നാണെന്ന്, അങ്ങനെയാണ് ഉള്ളത്. അന്ന് തന്നെ ഇത് ചെയ്തിന് കോഴിക്കോട് കാർഡിയോന്റെ ടെസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു അത് ഡയബറ്റിക് പാരലൈസ് ആണ്, അല്ലാണ്ട് സ്ട്രോക്ക്. അത് പക്ഷേ ഇത് അന്ന് എനിക്ക് ഡയബറ്റിക് പെട്ടെന്ന് കൂടിയതാണ്. 480 ഉണ്ടായിരുന്നു ഷുഗർ. പ്രഷർ നോർമൽ ആയിരുന്നു, 90 140 ഇല്ലായിരുന്നു. സോ ഇത് ഷുഗർ പ്ലസ് പ്രഷർ அதனால காமன் ஆயிட்டு ஸ்ட்ரோக் வர்றதுக்கு சாத்தியமுண்டு. பட் பிரெயின் டியூமர் வர்றதுக்கு சாத்தியம் ஒண்ணும் இல்ல. சோ ஸ்ட்ரோக்கிന്റെ ട്രീറ്റ്മെന്റ് വേറെ, ബ്രെയിൻ ട്യൂമറിന്റെ ട്രീറ്റ്മെന്റ് വേറെ. പിന്നെ இன்னொரு സംശയം ചില പേർക്ക് ഇருக்கு, സ്ട്രോക്ക് വന്നെങ്കിൽ പിന്നെ ബ്രെയിൻ ട്യൂമർ വர்றதுக்கு സാധ്യമുണ്ടോ എന്ന്. സോ അതുപോലെയും ചാൻസ് വളരെ കുറവ്. സോ സ്ട്രോക്ക് വന്നാ പിന്നെ സ്ട്രോക്ക് വരാനായിട്ട് ഹൈ ചാൻസസ് ഇருக்கு. ബട്ട് സ്ട്രോക്ക് വന്നിട്ട് അതേ പേഷ്യന്റിലെ ബ്രെയിൻ ട്യൂമർ വர்றதுக்கு ചാൻസസ് വളരെ കുറവാ. സോ യു നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ്. അതല്ലേ ഡോക്ടർ, ഇപ്പൊ ഈ ഇടത് കൈക്ക് സ്വാധീനം കുറഞ്ഞ മാതിരി കാര്യം നടക്കാൻ പറ്റുന്നുണ്ട്. അത് കൈ അത് ഇനി ഏതെങ്കിലും സോ അതാണ് ഇത് സ്ട്രോക്ക് ഒരു പ്രാവശ്യം വന്നെങ്കിൽ உங்களுக்கு കൈ കൂടുതലായിട്ട് അഫക്ട് ആകുന്നതാ ഇല്ല കാൽ കൂടുതലായിട്ട് അഫക്ട് ആയിരുന്നത്?
അതെ, കാല് ഓക്കെ ആയി, കൈയാണ് ഇപ്പൊ റെഡി ആകാതെ. ഇല്ല, ആദ്യമായിട്ട് സ്ട്രോക്ക് വരുമ്പോൾ കയ്യിലെ കൂടുതലായിട്ട് ബലക്കുറവ് ഉണ്ടായിരുന്നു, കാലിലെ കൂടുതൽ ബലക്കുറവ് ഉണ്ടായിരുന്നു? കയ്യില്. കൈയുണ്ട്. സോ സ്ട്രോക്ക് അത് റിവേഴ്സ് ആയിട്ട് റിക്കവറി ആകും. സോ മാക്സിമം ആയിട്ട് ഏത് എഫക്ട് ആയി ഉണ്ടായിരുന്നോ അത് ലാസ്റ്റ് ആയിട്ട് റിക്കവർ ആകും. പിന്നെ ഏത് മിനിമം ആയിട്ട് എഫക്ട് ഉണ്ടായിരുന്നോ അത് പെട്ടെന്ന് റിക്കവർ ആകും. ഇപ്പൊ ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് വീട്ടിൽ വന്നിട്ട്. സോറി, ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. യെസ്, അത് ഫിസിയോതെറാപ്പിயில தான் அது உங்களுக்கு மேக்ஸிமம் ரிகவரி வரும். பின்ன வேற ஒன்றும் ட்ரீட்மெண்ட் அதுக்கு ஒன்றும் அவசியம் இல்லை. பின்ன நீங்க ட்ரீட்மெண்ட் எடுக்கிறதெல்லாம் பின்ன இன்னொரு பிராവശ്യം ஸ்ட்ரோக் வராததுக்கா. ஸோ മനസ്സിലായി, ஆல்ரெடி வந்த ஸ்ட்ரோக் நீங்க மெடிசன் எல்லாம் எடுக்கிறது அது தட் இஸ் நாட் த ட்ரீட்மெண்ட். மெயின் ட்ரீட்மெண்ட் இஸ் பிசியோதெரப்பி. இப்போ நீங்க இந்த ஸ்ட்ரோக்குக்கு சேஷம் மெடிசின்ஸ் எல்லாம் பின்ன ஸ்ட்ரோக் வராத ப்ரிவென்ட் செய்யறதுக்கு தான் நீங்க மெடிசின் எடுக்குது. சோ அதுக்கு சுகர் கண்ட்ரோல் பண்ணணும், பிளட் பிரஷர் கண்ட்ரோல் பண்ணணும். இப்போ மெயின் அந்த ஃபர்ஸ்ட் ஸ்ட்ரோக் ஆயின വീക്ക്നെസ്ക്ക് நீங்க ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് നോർമലാണ്, ഷുഗർ നോർമലാണ്, പ്രഷർ നോർമലാണ്. പിന്നെ ഉള്ളത് ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഹീമോഗ്ലോബിൻ കൂടുതലാണ്, അതാണ് പ്രശ്നം. HB. சோ இப்போ நீங்க சுகர் பிரஷர் எல்லாம் கண்ட்ரோல் செய்தது வெரி குட். சோ இதுல இருந்து உங்களுக்கு பின்ன ஸ்ட்ரோக் வரது சான்சஸ் വളരെ കുറവാ. ഗുഡ്. ഓക്കെ ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട് ഹലോ ഡോക്ടറിൽ എത്തി പ്രേക്ഷകരോട് സംസാരിച്ചതിന്. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.